അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ നമുക്ക് പെട്ടെന്ന് കഴുകണം. കാരണം റമളാൻ പടിവാതിലെത്തി. അടുത്ത ആഴ്ച എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടിപ്പോയ ഒരാഴ്ച ഇൻഷാ അല്ലാഹ് ഈ ഒരാഴ്ചക്കുള്ളിൽ അനുഗ്രഹങ്ങളുടെ പൂക്കാലമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ആ റമളാൻ വരുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരുങ്ങിക്കോ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി നീ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, ആര് ജയിക്കും ആര് തോക്കും, ആരെങ്കിലും ജയിക്കട്ടെ, നിനക്കെന്താ? നമ്മളൊക്കെ ഇന്ന് പന്ന് കണ്ടില്ലേ, തമ്മിലടിയും വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. എടാ ഞാൻ ചോദിക്കട്ടെ, ഏത് LDF ജയിച്ചാലും UDF ജയിച്ചാലും ഇനി BJP ജയിച്ചാലും നിനക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അസ്രായേൽ നിന്റെ വീട്ടിൽ തന്നെ വരിക തന്നെ ചെയ്യും. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും അസ്രായേലിനെ തടയാൻ പറ്റത്തില്ലല്ലോ. അത് നിന്റെ വീട്ടിൽ സമയത്ത് കറക്റ്റ് എത്തും. നീ തോക്കാതെ രക്ഷപ്പെട്ടോണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിനക്കെന്ത് റജബ്, നിനക്കെന്ത് ശഅബാൻ, നിനക്കെന്ത് റമളാൻ ഇല്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ സുഹ്റു റമളാൻ. റമളാൻ വരുന്നതിന് 2 മാസം മുമ്പ് ഒരുങ്ങണമെന്ന് പറഞ്ഞു. നീ ഇപ്പോൾ ഒരുങ്ങി ഒരു പരുവത്തിലായിരിക്കുകയാണ്. പണ്ടൊക്കെ ഈ പെണ്ണുങ്ങളുടെ ഉമ്മമാര് റജബ് മാസം കടന്നു വരുമ്പോൾ വീടിന്റെ സൈഡ് മുഴുവനും പുല്ല് പറിച്ചു മാറ്റും, വൃത്തിയാക്കും, ചെലന്തി വലയൊക്കെ തട്ടിമാറ്റും, ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളഞ്ഞ് വീടും പരിസരവും വൃത്തിയാക്കും. അപ്പൊ ഇവള് തന്നെ പോയി ചോദിക്ക, എന്തേ ഉമ്മ വീടൊരുക്കണത്, കല്യാണം വല്ലതും ഉണ്ടോ? ഇല്ല മോളെ, റമളാൻ വരുന്നു മോളെ. ഇത് കണ്ടു വളർന്ന പെണ്ണുങ്ങളായിരിക്കണേ. ഇതിൽ എത്ര എണ്ണം വീടും പരിസരവും വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് ചോദിക്കൂ. ഇരി നിരന്നിരിക്കണുണ്ടല്ലോ, എത്ര പെണ്ണുങ്ങളാണ് റമളാനിനെ സ്വീകരിക്കാൻ വീടും പരിസരവും പോട്ടാമിന. നീ എങ്കിലും നേരെയായോ? അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്തും ഈമാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. ജീവിതത്തിൽ ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി പറ്റുമെങ്കിൽ ജീവിതത്തിൽ ചെയ്യ്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വിരിവുണ്ടോ? അപ്പൊ അജിയരെന്തെങ്ങനെ ഇരിക്കണേ? ബക്കറ്റ് വിരിവുണ്ടോ? എന്ത് ബക്കറ്റ് പിരിവ്? വലിയ മോലാളിമാരൊക്കെ ഇരിക്കുകയല്ലേ. ആണ്ട് ഹാജിയാരിയ്ക്കുന്നു, പ്രസിഡന്റ് ഇരിക്കുന്നതോ എല്ലാം ഇരിപ്പുണ്ട്, വലിയ ആൾക്കാരൊക്കെ. ഇനി ആരും ഇല്ലേ? അപ്പൊ 3-4 ജനത്തിനെ കൂടെ കയറ്റി ഇരുത്ത് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് വേണേ പള്ളി ഒന്ന് നേരെയാക്കി എടുക്കാൻ ഇൻഷാ അല്ലാഹ്. അല്ലാതെ പാവങ്ങൾ എന്താ ഒരുപാട് സമ്പത്ത്, ചിരിക്കൊന്നും വേണ്ട. ചിലരൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരങ്ങ് ചെയ്തോട്ടെ. എടാ പള്ളി പൈസയൊക്കെ ചോദിക്കാൻ പേടിയാ. കോടിക്കണക്കിന് കയ്യിലുള്ളവൻ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയാമോ? മാന്യമാ, ഒന്നുമില്ല, പാവം. അലമാരിക്കകത്ത് കെട്ടിവെച്ചിട്ടാ പറയണ ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയാം, താത്താമാരൊക്കെ കേട്ടട്ടാ, ഇത് പഠിച്ചു വെച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കണ്ണാടി പോയിട്ട് സ്വന്തം മുഖം നോക്കിയിട്ട് എന്തു പറയാൻ പാടില്ല, ഇത്തിരി ഗ്ലാമർ കൂടിയിട്ടുണ്ട് കേട്ടാ, ഇതെന്താ തടി വെച്ചോ അല്ലാ, സ്വന്തം പോലും പറയരുതെന്ന. കാരണമെന്തേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സ്വന്തം പോലും കണ്ണാടിയിൽ നോക്കിയിട്ട് നീ പറയരുത് നിനക്ക് ഗ്ലാമർ കൂടിപ്പോയെന്ന്. കാരണം അൽ ഐനു ഹഖ്കുൻ, കണ്ണീർ സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീടിന്റെ അകത്ത് പൈസ വെച്ചിട്ട് നീ തന്നെ പറയില്ല, ഇല്ല ഫക്കീറ, അല്ലാ ദാരിദ്ര്യവാ, ഇല്ല മുടങ്ങി, കച്ചവടമൊന്നും ഇല്ല, കടയിൽ നല്ല കച്ചവടം, എന്നിട്ട് ഓൻ പറയാ കടയിൽ കച്ചവടമൊന്നും ഇല്ലാന്ന്. തലയുടെ മുകളിൽ നിൽക്കണ മലക്കെന്നാണ് ആമീൻ പറഞ്ഞ, നിന്റെ കാര്യം പോയി. ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ ഇല്ലാതാക്കി കളയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റമളാന് മുമ്പെങ്കിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. പ്രസിഡന്റ് പോയാ? ഇല്ല. പ്രസിഡന്റ് എന്താ പറഞ്ഞ് പോയാ? പ്രസിഡന്റ് വാ, ഇങ്ങോട്ട് വാ. അവിടെ പോയി ഇരിക്കുന്ന എന്തിന്? റമളാന് മുമ്പെങ്കിൽ ഇതൊന്ന് നേരെയാക്കി ഒന്ന് നിസ്കരിക്കാൻ കയറണം കേട്ടോ. പറ്റുവോ? എന്റെ 2 കിഡ്നി അങ്ങ് തരാം, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ വിചാരിക്കണേ കുഴപ്പമില്ല, നിങ്ങളെ കാണാൻ വേണ്ടി ചോദിച്ചാ ആയിരിക്കാം. അൽഹംദുലില്ലാ. അപ്പൊ അൽഹംദുലില്ലാ, എല്ലാരും അവനവന്റെ കയ്യിലുള്ളത് കൊടുത്ത് ഇത്രയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. കൊടുത്തവരെ മൊത്തവും വീണ്ടും പിടിയാതെ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പൊക്കോ. നാളെ ഇതിന്റെ പറമ്പിൽ തന്നെ വന്ന് കിടക്കാനുള്ളതാ. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പാപം പൊറുക്കാനുള്ള എളുപ്പ വഴി എന്താ? അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എളുപ്പത്തിൽ പാപം പൊറുക്കാനുള്ള 1-ാമത്തെ വഴി എന്തെന്നറിയുമോ?
അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ മുഅദ്ദിൻ യുഗ്ഫറു ലഹു മദാ സൗതിഹി വയശ്ഹദു ലഹു കുല്ലു റത്ബിൻ വയാബിസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എടാ ചെറുപ്പക്കാരാ, നിന്റെ പാപം പൊറുക്കാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? ഈ പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ മനസ്സും നിന്റെ ശരീരവും ശുദ്ധീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള ഒന്നാമത്തെ എളുപ്പവഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ബാങ്ക് വിളിച്ചാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബാങ്ക് വിളിക്കുന്ന മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കില്ലേ? അതിനെന്താ, അതിനും പൈസ വേണം? അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബാങ്ക് വിളിക്കാൻ പോലും പേടിയാ. എന്റെ ബാങ്ക് വിളി അതൊക്കെ മുക്കരിക്ക് പറഞ്ഞിട്ടോ മോദിന് പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മുടെ പണിയാ. നമുക്കൊക്കെ ബാങ്ക് വിളി എന്ന് പറഞ്ഞാൽ പുച്ഛം, നിസാരം. അത് വിളിക്കുന്നവനെ പോലും ഞാനും നിങ്ങളും പരിഗണിക്കാറില്ല. എങ്കിലും നിനക്കറിയുമോ അതിന്റെ പ്രതിഫലം എന്താ? എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പള്ളിയിലെ ഖതീബിനെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ, പള്ളി കമ്മിറ്റിക്കാരെ ബഹുമാനിക്കുന്നവരുണ്ടല്ലോ, നാട്ടിലെ ഹാജിയാക്കന്മാരെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നവരുണ്ടല്ലോ. പള്ളിയിലെ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനെ കാണുമ്പോൾ എന്തേ എഴുന്നേക്കാത്തത്? ആ മനുഷ്യനെ എന്തേ ഉസ്താദെന്ന് വിളിക്കാത്തത്? ആ മനുഷ്യന് പരിഗണന കൊടുക്കാത്തവരുണ്ടല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരികയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും കടന്നു ചെല്ലുമല്ലോ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതിക്കടിയുമ്പോ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. ഇവിടത്തെ ഖബർസ്ഥാനിൽ നിന്ന് ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും മുഴുവനും എഴുന്നേറ്റ് നടന്നു പോവുകയാ. പട്ടികയുടെ കോലത്തില്, പന്നികയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടികയുടെ രൂപത്തില് നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, ഇതുപോലെ ജനങ്ങളെ മുഴുവനും ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചൂട് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ മോനെ. ശരീരം വിയർക്കുകയാണ്, വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ശരീരത്തിലൂടെ ഒഴുകുകയാണ്. എങ്കിൽ ഇതൊന്നും ഒരു ചൂടല്ലടാ, ഇതൊക്കെ നിസാരമാടാ, ഇതൊന്നും ഒരു ചൂടല്ല ചെറുപ്പക്കാരാ. ചൂടപ്പോഴാണെന്നറിയുമോ? എവിടെയാണ് ചൂടെന്നറിയുമോ? പടച്ചവനെ, അതാ 15 ലക്ഷത്തോളം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന പടച്ചറപ്പിന്റെ സൂര്യനുണ്ടല്ലോ, എന്റെയും നിങ്ങളുടെയും തലയുടെ മുകളിൽ ഒരു ചാണ് മുകളില് ഈ സൂര്യൻ വന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. ഇതൊന്നും കഥയല്ലടാ, ഏതെങ്കിലും ഒരു നോവലിൽ എഴുതി വെച്ചിരിക്കുന്ന കെട്ടുകഥയല്ല. അങ്ങനെ ഒരു ദിവസം വരുമടാ ചെറുപ്പക്കാരാ, ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോസ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേളാ. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോള. അല്ലാഹുവേ,
എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അടുപ്പിൽ ചോറ് വെച്ച് തിളപ്പിക്കുമല്ലോ, ആ ചോറിങ്ങനെ തിളയ്ക്കുന്നത് നോക്കി നിൽക്കുമല്ലോ. എന്റെ പെങ്ങള് നാളെ പരലോകത്ത് വെച്ച് നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന നിന്റെ തലച്ചോറുണ്ടല്ലോ, നിന്റെ മൂളയുണ്ടല്ലോ, ആ തലച്ചോറിങ്ങനെ തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് മോളെ. അന്നല്ലേ റസൂലുള്ള പറഞ്ഞത്, നീ പറയുന്നല്ലോ പ്രസവത്തിന് മരണവേദനയാണെന്ന്. പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയരുത്. ഒരിക്കലും പ്രസവത്തിന് മരണവേദനയല്ല, അത് മരണവേദനയുടെ ഒരു അംശം മാത്രമാ. ഞാൻ വേദനയില്ല എന്ന് പറയുന്നില്ല. ഈ വേദന പോലും സഹിക്കാൻ കഴിയാതെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് കടന്ന് വിളിച്ചുകൂവിയ പെങ്ങളെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരലോകത്തെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്നത് അറിയില്ല ആയിഷ. അന്നത്തെ ദിവസത്തില് ഒരു പെണ്ണ് പ്രസവിക്കുന്നതറിയില്ല, അവളാ വേദന അറിയില്ലെന്ന് മുത്തുനബി അവിടെന്ന് പറയുമ്പോ അത് മതിയല്ലോ ആ ദിവസത്തെ കുറിച്ച് മനസ്സിലാക്കാറ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാവരും നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ തലതാഴ്ത്തി പിടിച്ചിട്ട് എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സഹാബാ, രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാ. രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കുകയാണ്. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? ഇവിടത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനിന്റെ മുഖം നീ ഓർത്തു വെച്ചോ. ആ രണ്ട് വിഭാഗത്തിലെ ഒരു വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ബാങ്ക് വിളിക്കാൻ പറയുന്നതെന്നറിയുമോ? അതാ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്കിന്റെ ശബ്ദം ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കേൾക്കുന്നുണ്ടോ, അത് മൃഗങ്ങളാകട്ടെ, മനുഷ്യനാകട്ടെ, മരങ്ങളാകട്ടെ, ഇലകളാകട്ടെ, ഇഴജന്തുക്കളാകട്ടെ, കല്ലുകളാകട്ടെ, മണൽത്തരികളാകട്ടെ, ഏതെല്ലാ വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ അത് മുഴുവനും ആ മനുഷ്യന് വേണ്ടി പാപമോചനം തേടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ചോദിക്കുന്നു, സിറാജ് ഉസ്താദ്, നിങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ലല്ലോ ഉസ്താദേ, പള്ളിയിൽ ശമ്പളം കൊടുത്തൊരു മുഅദ്ദിനെ നിർത്തിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ കഴിയില്ലല്ലോ, പിന്നെ എങ്ങനാ ഞങ്ങളുടെ പാപം പൊറുക്കുന്നത്? ആരാ പറഞ്ഞത് ബാങ്ക് വിളിക്കാൻ കഴിയില്ലെന്ന്? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, പെങ്ങളെ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ആ മുഅദ്ദിന് പറയുന്നത് പോലെ നീയും പറയണേ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിനെ വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവിടുന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ പറയണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ കൂടെ പറയണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഅദ്ദിന് പറയുന്നത് പോലെ നീ പറപങ്ങള്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ മുഅദ്ദിന് പറയുന്നത് പോലെ നീയും കൂടെ പറഞ്ഞോ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, പഠിച്ചവനെ ആർക്കാ സമയമുള്ളത്? എവിടെയാണ്
ആരാണ് ബാങ്ക് വിളിയെ ബഹുമാനിക്കുന്നത്? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരുന്ന് സംസാരിക്കുന്നവരുണ്ട്, പടച്ചവനെ കമ്മിറ്റി ഓഫീസിന്റെ അകത്തിരുന്ന് സംസാരിക്കുന്നവരുണ്ട്, പള്ളിയുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്നവരുണ്ട്. ആരാ പരിഗണിക്കുന്നത്? എന്റെ ചെറുപ്പക്കാരാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിന്റെ ചെവിയിലിരിക്കുന്ന ഫോണൊന്ന് ഓഫാക്കാറ്. പെങ്ങളെ ഒന്ന് താഴ്ത്തി വെക്കാൻ മനസ്സില്ലാത്ത പെണ്ണ്, അറിയുവോ പൊന്നുമോളെ നിനക്കതിന്റെ മഹത്വം എന്താണെന്ന്? ആ ബാങ്ക് വിളിയുടെ മഹത്വം എന്താണെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്നറിയുമോ? ഈമാനുള്ള മരണവാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞല്ലോ, സഹാബാ, ഏതെങ്കിലും ഒരു മനുഷ്യന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്നാൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണേ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വന്ന് കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുഴിയിലേക്ക് കൊണ്ടുവെക്കുന്ന അവസാന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കണമെന്നല്ലേ? നിസ്കരിച്ചവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ഓരോ നന്മകൾ എണ്ണി പറഞ്ഞല്ലോ. എന്നിട്ട് പറഞ്ഞ സ്വർഗമുണ്ട്, സ്വർഗമുണ്ട്. ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് മുത്തുനബി പറയുമ്പോ, പ്രിയപ്പെട്ട പെങ്ങളെ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്, അവന് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞത്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്നാ, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചെന്നാ പറഞ്ഞത്. സ്വർഗത്തിൽ പോകുമെന്നല്ല, അവൻ സ്വർഗത്തിൽ കടന്നെന്നാണ് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിച്ചതെന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് എത്ര വലിയ കൊലകൊമ്പനാകട്ടെ, ഏത് പണ്ഡിതനാകട്ടെ, എത്ര വലിയ വലിയാകട്ടെ, നിന്റെ ചാരത്ത് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ നാക്ക് പൊങ്ങണ്ടേ, പറയാം നാവിനെ കഴിയണ്ടേ. ബാങ്ക് വിളിച്ച സമയത്ത് സംസാരിച്ച പെണ്ണ്, നിനക്കതിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പഠിച്ചിട്ടില്ലേടോ? മദ്രസയിൽ 2ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, അവന് സഹാദത്ത് കരിമ പറയാ, അവന്റെ നാവ് പൊങ്ങില്ല എന്ന് മദ്രസയിൽ പഠിച്ചവനല്ലേ? എന്തേ നിനക്ക് കളിയായി പോയോ? എന്തേ നിനക്ക് നിസാരമായി പോയോ? അല്ലാഹ് ഞങ്ങൾക്ക് ഈമാൻ തരണേ അല്ലാഹ്. മദ്രസയിൽ പഠിച്ചവരാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കരുത്, സംസാരിക്കുന്നവന്റെ മരണം മോശമാ, അവന് ഷഹാദത്ത് കലിമ പറയാൻ അവന്റെ നാവ് പൊങ്ങില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മക്കള് ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉമ്മയ്ക്ക് ബോധമുണ്ട്. ഉമ്മ പറയണെന്തെന്നറിയോ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ സിനിമയും സീരിയലും കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് ഉമ്മ വിളിച്ചു പറയും, ഒന്ന് സൗണ്ട് കുറയ്ക്കടി, ബാങ്ക് വിളിക്കുന്നു, ഒന്ന് സൗണ്ട് കുറയ്ക്ക്, ബാങ്ക് വിളിക്കുന്നു. എല്ലാ ഉമ്മമാരും പറയാറുണ്ട്. എന്റെ പെങ്ങളെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ പറയണത് എന്താ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, സൗണ്ട് കുറയ്ക്ക്. നിർത്താനല്ല പറയുന്നത്, ടി വി നിർത്താനല്ല പറയുന്നത്, സൗണ്ട് കുറയ്ക്കാൻ.
ഒരുത്തൻ പണ്ട് കള്ളുഷാപ്പിൽ പോയി കള്ളു കുടിക്കാൻ കള്ളുഷാപ്പിൽ പോയി കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോ ഞണ്ടിന്റെ കറി കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തു. അപ്പൊ സപ്ലയറോട് പറയാ, ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ പാടില്ല, കറാഹത്താണ്, ഇവൻ കുടിക്കണത് ഹറാം. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നവനാ പറയുന്നത്, ഞണ്ട് ഞങ്ങൾക്ക് കഴിച്ചൂടെ, ഇത് കറാഹത്താ, എടുത്തോളെ. നീ ചെയ്യണ അതുപോലെ തന്നെയല്ലേ? പച്ച ഹറാമ് നിന്റെ മക്കള് വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ പറയാ, കുറയ്ക്കണ്ട ആമിനെ കൂട്ട്, എങ്കിലേ നിന്റെയൊക്കെ നാക്ക് പൊങ്ങാതിരിക്കത്തുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കളിയും തമാശയും ബാങ്കിന്റെ വിലയേറിയില്ല. ബാങ്ക് വിളിക്കുമ്പോൾ മഹാനബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബാങ്ക് വിളിക്കുമ്പോൾ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങളും പറ, നിങ്ങളും അത് കൂടെ പറ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മുഅദ്ദിൻ വിളിക്കുമല്ലോ, ലാ ഇലാഹ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് മുഅദ്ദിനങ്ങ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നീ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യക്തമായി പഠിക്കുമെങ്ങള്, മുത്തുനബിയുടെ പേരിൽ നീ സ്വലാത്ത് പറയണേ. എന്നിട്ട് നീ പറയണം, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനൽ വസീലത വൽ ഫദീലത വദ്ദറജത റഫീഅ വബഅസുഹു മഖാമൻ മഅമൂദൻ അല്ലദീ വഅത വർസുഖ്നാ ശഫാഅത യൗമൽ ഖിയാമ. എത്ര പേരാ ദുആ ചെയ്യുന്നത്, എത്ര പേരാ ദുആ ചെയ്യുന്നത്. ഇത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുമോടാ ചെറുപ്പക്കാരാ? വാപ്പാ, നിന്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ച് വളർത്തുന്ന പൊന്നാര മക്കളുണ്ടല്ലോ, മക്കളെന്ന് പറഞ്ഞാ നിനക്ക് ജീവനാണല്ലോ. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച്, അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് നിന്റെ മക്കള് നരകത്തെ കാണുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, എന്റെ പാപങ്ങൾ മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെക്ക്. ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എടുത്ത് എനിക്കിതാ പടച്ചവര് എന്നെ സ്വർഗത്തിൽ വിടൂ, എന്റെ വാപ്പാനെ വേണമെങ്കിൽ നീ നരകത്തിൽ എറിഞ്ഞോ എന്ന് നമ്മുടെ മക്കള് പോലും പറയുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങള് കെട്ടിപ്പിടിച്ച് മടിയിൽ കിടത്തി ഉറക്കുന്ന നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, ആ മക്കള് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുകയാ. ഉടുതുണിയില്ലല്ലോ, ചെരുപ്പില്ലല്ലോ, അതാ ചെമ്പിന്റെ തറയിലാണല്ലോ. അതാ കാല് പൊള്ളുമ്പോ മക്കളല്ലാനോട് പറയുന്നു, അല്ലാ എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി തരുവോ അല്ലാ. നെഞ്ചത്തി കേറി ഞാനൊന്ന് നിൽക്കട്ടറപ്പേ എന്ന് നമ്മുടെ മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അതാ ജന്മം നൽകിയ വാപ്പ കണ്ട പരിചയം പോലും കാണിക്കൂല. ഉമ്മയ്ക്ക് വേണ്ട, കൂടപ്പറപ്പുകൾക്ക് വേണ്ട. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും നിന്നെ തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. നഫ്സി 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 നഫ്സിയാ യാ വൈലതാ യാ ഖസ്റതാ. എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പരക്കം പായുന്ന പരലോകമുണ്ടല്ലോ. നിങ്ങളെ ആദം നബി വല്ലാത്ത വേദനയിലാണ്, നൂഹ് നബി വല്ലാത്ത പ്രയാസത്തിലാണ്. നൂഹ് നബി പഠിച്ചവര് ആദം നബിയുടെ മുന്നിൽ ചെല്ലുമ്പോ പറയുന്നു നൂഹ് നബിയുടെ അടുക്കൽ പോകാൻ. നൂഹ് നബിയുടെ ചാരത്ത് ചെല്ലുമ്പോ പറയുന്ന മൂസാ നബിയുടെ ചാരത്ത് പോകാൻ. മൂസാ നബി ഇബ്രാഹിം നബിയെ കാണിക്കുകയാ, ദാവൂദ് നബിയെ കാണിക്കുകയാ, യാക്കൂബ് നബിയെ കാണിക്കുകയാ, യൂനുസ് നബിയെ കാണിക്കുകയാ.
കാണിക്കുകയാ. ഓരോ പ്രവാചകന്മാര് അടുത്തടുത്ത പ്രവാചകരെ കാണിക്കുകയാ. അങ്ങനെ എല്ലാവരും കാണിച്ച് അവസാനം റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഈസാ നബിയുടെ ചാരത്ത് വരികയാ. അപ്പോഴും ഈസാ നബി കാണിക്കുകയാണ്. ആരെയാണ് കാണിച്ചു തരുന്നതെന്നറിയുമോ? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണിച്ചു തരികയാണ്. ആ മുത്തി നബിയുടെ ചാരത്തേക്ക് പോകുമ്പോ ഒരുപാട് പേരെ ആട്ടുകയാ. ഒരുപാട് പേര് അവിടെ നിന്ന് ആട്ടിയോടിക്കുകയാണ്. ആ സമയത്ത് നീ കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്ന ചെറുപ്പക്കാരായി വാടാ, നീങ്ങു വാടാ, പെങ്ങളെ നീങ്ങു വാ മോളെ, നിനക്ക് സ്വർഗമല്ലേ വേണ്ടത്? ഞാൻ വാങ്ങിത്തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഞാൻ വാങ്ങിത്തരാ. എന്തേ നന്മയെന്നറിയുമോ? വജബതു ലഹു ശഫാഅതി. നാളെ അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാരും സഹായിക്കാറില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകത്ത് നിന്നെ വിളിച്ചിട്ട് സ്വർഗം തരാമെന്ന് പറയാറുള്ള കാരണം പള്ളി കെട്ടിക്കൊടുത്തതിന്റെ പേരിലല്ല, ഹജ്ജ് ചെയ്തതിന്റെ പേരിലല്ല, സ്വലാത്ത് പറഞ്ഞതിന്റെ പേരിലല്ല, ഖുർആൻ ഓതിയതിന്റെ പേരിലല്ല. പിന്നെ എന്തിന്റെ പേരിലെന്നറിയുമോ? അതാ ഞാനും നിങ്ങളും ബാങ്ക് വിളിച്ചതിന് ശേഷം ചെയ്ത ദുആ ഉണ്ടല്ലോ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫദീലത വദ്ദറജത റഫിയ വബഅസുഹു മഖാമൻ മഅ്മൂദൻ الذي വഅത വർസുഖനാ ശഫാഅത യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു മനുഷ്യനെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുമ്പോ സംസാരിക്കാതെ ബാങ്കിന്റെ ജവാബ് പറഞ്ഞു, വിളിച്ചു കഴിയുമ്പോ എന്റെ പേരിൽ ഒരു സലാത്ത് പറഞ്ഞു, എന്നിട്ട് ബാങ്കിന്റെ ദുആ ചെയ്താ ഞാനവന് സ്വർഗം വാങ്ങിച്ചു കൊടുക്കും സ്വഹാബ. അതുകൊണ്ട് കളിയല്ല ഉമ്മ, മരണം പോലും മോശമാ, ഈമാനില്ലാത്ത മരണമാ. ചെറുപ്പക്കാരാ, ഫോണൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കണമടാ. ബാങ്ക് വിളിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാ ഫോൺ നീ കട്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 2-3 മിനിറ്റ് നിനക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിഞ്ഞാ മോനെ, നാളെ നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുകയാ. അതാ പടച്ചറപ്പേ, മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിൽ പോകാനുള്ള അവസരമാ. അതുകൊണ്ട് പാപം പൊറുക്കാനുള്ള ഒന്നാമത്തെ എളുപ്പവഴിയുണ്ട്, ബാങ്ക് വിളിക്കട്. ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോ ബാങ്ക് വിളിക്കട്. ഇല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ നിങ്ങളും പറയണേ. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബാങ്ക് വിളിക്കാൻ പറ്റുന്നവർ ബാങ്ക് വിളിക്ക്, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് ബാങ്ക് വിളിച്ച് നിസ്കരിക്ക്. അതിനും പറ്റുന്നില്ലെങ്കിൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോ കൂടെ നീയും അതുപോലെ പറ. അല്ലാഹു നിന്റെ പാപം പൊറുക്കും, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവേ 10 മണിയായി. ഇൻഷാ അല്ലാഹ് 10 ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ 10 എണ്ണം പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് എത്ര എണ്ണം പറയാൻ പറ്റുമോ അത്രയും പറഞ്ഞു ദുആ ചെയ്ത് പിരിയാം. എന്താ ഹജിയാരെ നിൽക്കേണ്ട പേപ്പറൊക്കെ ആയിട്ട് നിർത്തറായോ? അപ്പൊ ഇരുന്ന് വാഴ കേട്ടോ. ഇൻഷാ അല്ലാഹ് 2 അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന വിശദീകരിക്കുന്നില്ല. അൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ
കാല ഹീന യസ്മഉ മുഅദ്ദിനാ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിക്കുമല്ലോ, ഷഹാദത്ത് കലിമ പറയുമല്ലോ, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നവിടുന്ന് പറയുമ്പോ അതാ പറയണം, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളിയതു ബില്ലാഹി റബ്ബാ വ ബി മുഹമ്മദിൻ റസൂലാ വ ബിൽ ഇസ്ലാമി ദീനാ. പഠിച്ചോ പെങ്ങള്, ഷഹാദത്ത് കലിമ പള്ളിയിൽ നിന്ന് മുഅദ്ദിനെ വിളിച്ചു പറയുമ്പോ നീ പറയണം, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളിയതു ബില്ലാഹി റബ്ബാ വ ബി മുഹമ്മദിൻ റസൂലാ വ ബിൽ ഇസ്ലാമി ദീനാ. ഈ ദുആ ആരെങ്കിലും പറഞ്ഞാൽ, ഈ പറയുന്ന ദുആ ആരെങ്കിലും പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബുഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന സമയത്ത് പറയണം, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളിതു ബില്ലാഹി റബ്ബാ വ ബി മുഹമ്മദിൻ റസൂലാ വ ബിൽ ഇസ്ലാമി ദീനാ എന്ന് പറയുന്ന ഈ ദുആ ആരെങ്കിലും പറഞ്ഞാൽ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം 3, ഒരു 5 എണ്ണം പറഞ്ഞു ദുആ ചെയ്തേക്കാം. ഒരു 5 എണ്ണം പറഞ്ഞു ദുആ ചെയ്യാം. 2, 3 പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ വഴി. അൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തിൽ അദ്ഫാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പാപം പൊറുക്കാൻ പൈസയുടെ ചെലവില്ല ചെറുപ്പക്കാരാ, ഒരു കഷ്ടപ്പാടുമില്ല. നിങ്ങളെ റമദാനിന് മുമ്പ് കഴുകടി പൊന്നുമോള്, നിന്റെ പാപങ്ങൾ മുഴുവനും കഴുകി ശുദ്ധമാക്കിയിട്ട് നീ ഒരുങ്ങിക്കോ. അല്ലാതെ റമദാനിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് കാര്യമില്ല. അതുകൊണ്ട് പാപം പൊറുക്കാൻ പൈസയില്ലാതെ, കഷ്ടപ്പാടില്ലാതെ, യാതൊരു ടെൻഷനുമില്ലാതെ നിന്റെ പാപം പൊറുക്കാനുള്ള മൂന്നാമത്തെ എളുപ്പവഴി എന്തെന്നറിയുമോ? ഉസ്മാൻ തങ്ങളാണ് പറയുന്നത്, സാധാരണ സഹാബിയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ 2 പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ദിന്നൂറൈൻ എന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തിയ, ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് അവിടുന്ന് തന്റെ ശത്രുക്കളുടെ വെട്ടുകൊണ്ട് അവിടുന്ന് ഷഹീദാകുമ്പോ കയ്യിലിരുന്ന പരിശുദ്ധമായ ഖുർആൻ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, അല്ലാഹുവേ ഉസ്മാൻ തങ്ങളുടെ ചുടുരക്തം വീണ ആയത്തതായിരുന്നു പെങ്ങള്. ആ ഉസ്മാൻ തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, മൻ തവല്ലഅ ഫഅഹ്സനൽ ഉളൂഅ, ഏതെങ്കിലും ഒരു മനുഷ്യന് വുളുവെടുത്താൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ വുളൂ ചെയ്താൽ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എടുത്തു, ആരെങ്കിലും ഒരു മനുഷ്യന് ഒളുവെടുത്താൽ എന്നല്ല പറഞ്ഞത്, കേൾക്കണം. എല്ലാവരും എടുക്കും, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒളുവെടുക്കും. ഒളുവെടുക്കുന്ന എങ്ങനെയാണെന്നറിയോ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് 3 പ്രാവശ്യം കൈ കഴുകണം, പിന്നെ വാ കഴുകണം, മൂക്ക് കഴുകണം, മുഖം കഴുകണം, കൈമുട്ടുൾപ്പെടെ കഴുകണം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ പോയിട്ട് ഒളുവെടുക്കുന്നത് നോക്കിയാൽ മതി. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഒളുവെടുപ്പെന്ന് പറഞ്ഞാൽ അവനൊന്നും സമയമില്ല, ഓടി ഇങ്ങോട്ട് വരും. ഓടി ഇങ്ങോട്ട് വന്നിട്ട്
അവന് പിന്നെ കയ്യിൽ ഇങ്ങനെ വെള്ളം കോരി കഴുകാനൊന്നും വയ്യാത്തത് കാരണം ഹൗദിന്റെ അകത്തിട്ട് 3 മുക്കലങ്ങ് മുക്കും. ഇങ്ങനെ അവൻ എന്ത് കൈ എഴുവല്? അവന് തല കൂടെ മുക്കാൻ പറ്റുമെങ്കിൽ അവന് മുക്കേനെ. ഇന്നത്തെ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു മുക്കല, പെയിന്റടി, അങ്ങനെ പെയിന്റടി. ഇതിലാണ് ഇന്നത്തെ ഒളിവ്. എടാ, ഇങ്ങനത്തെ ഒളിവ് എടുക്കുന്നവനല്ല, അവന് പാവമല്ല പൊറുക്കണം, അവൻ നരകത്തിലാ പോണത്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയാൻ പറ്റിയില്ലേ? അതിന് പൈസ വല്ലതും വേണോ? അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ, നീയൊക്കെ വിചാരിച്ചോ ഈ തഴമ്പ് ഇങ്ങനെ കാണുമ്പോ ഓൻ ഈമാനുള്ളവനാട്ടോ? കാരണം തഴമ്പുണ്ട്, താടിയുടെ നീളം കണ്ടോ, ആ ഫർദ് ഹിജാബ് ഇട്ട് കിടക്കണണ്ട, ഓള് വലിയ ഈമാനുള്ളവനെ കാണണോ? എടാ, ഈമാനുള്ള ഒരാളെ കാണണോ? പള്ളിയിൽ ഒതുവെടുക്കണ സ്ഥലത്ത് പോയി നിൽക്കും, കാണാം. ഇമാം ഗസാലി തങ്ങൾ പറയുന്നു, ഈമാനുള്ള ഒരാളെ കാണണമെങ്കിൽ 2 അടയാളുണ്ട്, 3 അടയാളുണ്ട്. ഈമാനുള്ള ഒരാളെ കാണാൻ ആഗ്രഹമുണ്ട്, സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? 3 അടയാളം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒളിവെടുക്കേണ്ട സ്ഥലത്ത് പോയി നിൽക്കുക. ഏതെങ്കിലും ഒരു വാപ്പ സമാധാനത്തോടെ, ധൃതി ഒന്നും കാണിക്കാതെ സമാധാനത്തോടെ സൂക്ഷ്മതയോടുകൂടി ഒളിവെടുക്കുന്നത് കണ്ട നീ മനസ്സിലാക്കണം അവൻ ഈമാനുണ്ടെന്ന്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.